Okay, welcome back to Riju and PSK Theory classes. ഇപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് രണ്ട് സെക്ഷനായിട്ടാണ് ഈ ചാപ്റ്റർ. ഒന്ന് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെ കണ്ട കാര്യങ്ങൾ. പിന്നെ നെക്സ്റ്റ് പാർട്ടിൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് വേറൊരു സെക്ഷനും. അങ്ങനെ രണ്ട് സെക്ഷനായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. അത് പറയുന്നതിന് മുന്നേ നിങ്ങൾ കഴിഞ്ഞ ഫസ്റ്റ് ഇയറിന് ഗ്രാവിറ്റേഷൻ ചാപ്റ്ററിൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇങ്ങനെയുള്ള ടോപ്പിക്സൊക്കെ നിങ്ങൾ പഠിച്ചല്ലേ? എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഒരു ഒബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി നിങ്ങൾ പഠിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഇവിടെ ഒരു ഫിക്സഡായ ഒരു മാസ് വിചാരിക്കുക, ഫിക്സഡ് മാസ്. ഓക്കെ, എർത്ത് ആണെങ്കിൽ എർത്ത് ഒരു മാസ്, ഇത് ഫിക്സഡ് ആണ്. പിന്നെ വേറൊരു മാസ്, അതുള്ളത് ഇൻഫിനിറ്റിയിലാണ്. ഓക്കെ, ഇൻഫിനിറ്റിയിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ഇൻഫിനിറ്റീനെ നമ്മളെപ്പോൾ റഫറൻസ് ലെവലായിട്ട് എടുക്കുക. റഫറൻസ് ലെവൽ നമ്മളിപ്പം പൊട്ടൻഷ്യൽ എനർജീൻ്റെ കൺസെപ്റ്റ് പഠിക്കുന്നേരം നമുക്കൊരു റഫറൻസ് ലെവൽ വേണം. റഫറൻസ് ലെവലായിട്ട് നമ്മൾ എടുക്കുന്നത് ഇൻഫിനിറ്റീനെയാണ്. ഇൻഫിനിറ്റിയിൽ റഫറൻസ് ലെവലിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ 0 ആയിട്ട് എടുക്കുക. അതാണ് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി. അത് ഇൻഫിനിറ്റിയിൽ നമ്മൾ 0 ആയിട്ടാണ് സാധാരണ എടുക്കുക. റഫറൻസ് ലെവലായിട്ട് ഇൻഫിനിറ്റീനെ എടുക്കും. എന്നിട്ട് അവിടെ പൊട്ടൻഷ്യൽ എനർജി 0 എന്ന് പറയും. എന്നിട്ട് എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ ഇവിടെ ഫിക്സഡ് ആയ ഒരു മാസ് ഉണ്ട്. ഈ മാസ് എന്ത് ചെയ്യുന്നു? ഈ മാസ് ആ മാസിനെ ഇങ്ങനെ അട്രാക്റ്റ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ഓക്കെ, അപ്പോൾ അട്രാക്റ്റ് ചെയ്യുന്ന വർക്ക് ചെയ്യുന്നത് ഈ മാസാണ്. ഈ ഫിക്സഡ് മാസ് ഇങ്ങനെ സങ്കല്പിക്കുക. ഫിക്സഡ് മാസ് അതിനെ അട്രാക്റ്റ് ചെയ്ത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു. അങ്ങനെ ലാസ്റ്റ് അത് ഈ ഒരു ഈ പോയിന്റ് വരെ എത്തിച്ചു എന്ന് വിചാരിക്കും. ലാസ്റ്റ് ഫൈനൽ പൊസിഷൻ ഇതാണെന്ന് വിചാരിക്കും. അപ്പോൾ അതിനെ അട്രാക്റ്റ് ചെയ്ത് ഇവിടെ വരെ എത്തിച്ചു. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് r. അപ്പോൾ ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് അതിനെ എന്ത് ചെയ്തു? ഇൻഫിനിറ്റ് ഡിസ്റ്റൻസിൽ നിന്ന് അതിനെ r ഡിസ്റ്റൻസിലേക്ക് എത്തിച്ചത് ആരാണ്? ഈ മാസ്. അപ്പോൾ ഈ മാസാണ് അതിനെ അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ അതിനെ കൊണ്ടുവരാൻ വേണ്ടി ഒരു വർക്ക് ചെയ്തല്ലോ. ആ വർക്ക് എവിടെ മുതൽ എവിടെ വരെ? ഇൻഫിനിറ്റി മുതൽ ഈ ഫൈനൽ പൊസിഷൻ ഏതാ? ഫൈനൽ പൊസിഷൻ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ്. ഫൈനൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കാം. ഫൈനൽ പൊസിഷൻ ഇവിടെയല്ലേ? ഡിസ്റ്റൻസ് r അല്ലേ? ഫസ്റ്റ് ഡിസ്റ്റൻസ് ഇൻഫിനിറ്റി, ഫൈനൽ ഡിസ്റ്റൻസ്. അപ്പോൾ ഇൻഫിനിറ്റി മുതൽ r വരെ എന്ന് പറയാം ഫൈനൽ. ഓക്കെ, ഇൻഫിനിറ്റി മുതൽ r വരെ ഈ ഇൻഫിനിറ്റി ഡിസ്റ്റൻസിൽ നിന്ന് ഈ r ഡിസ്റ്റൻസ് വരെ എത്തിക്കാൻ വേണ്ടി ഈ മാസ് അതിനെത്തിക്കാൻ വേണ്ടി ചെയ്ത വർക്ക്, ഈ വർക്കായിരിക്കും ശരിക്കും അതിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അതിൻ്റെ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ u ഫൈനൽ മൈനസ് u ഇനീഷ്യൽ. അങ്ങനെയാണ് ശരിക്കും കൺസെപ്റ്റ്. വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ ഇനീഷ്യലി അത് ഇൻഫിനിറ്റിയിൽ റഫറൻസ് ലെവലായതുകൊണ്ട് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിക്കുന്ന നേരം നമ്മൾ റഫറൻസ് ലെവലായിട്ട് നമ്മൾ ഇൻഫിനിറ്റിനെയാണ് ആൻസർ ചെയ്യുന്നത്. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി പഠിക്കുന്ന സമയത്ത് അപ്പോൾ അതിൽ ഇൻഫിനിറ്റിയിൽ റഫറൻസ് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി 0. അപ്പോൾ ഇത് 0 ആണ്. അപ്പോൾ വർക്ക് ഡൺ ഫ്രം ഇൻഫിനിറ്റി ടു r എന്ന് പറയുന്നത് അതിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി ആയിരിക്കും. ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ u എന്ന് പറഞ്ഞാൽ എടുക്കുന്നത്. അത് 0 ആയതുകൊണ്ട് ഇതിനെ ഫൈനലിനെ u എന്ന് എടുക്കുന്നു. ഓക്കെ, അതിൻ്റെ ഇക്വേഷനാണ് നിങ്ങൾ പഠിച്ച ഈ വർക്ക് ഡൺ ഫ്രം ഇൻഫിനിറ്റി ടു r. ഓക്കെ, ഫൈനൽ പൊട്ടൻഷ്യൽ അതിൻ്റെ ഇക്വേഷനുകൾ കഴിഞ്ഞ വർഷം പഠിച്ചിങ്ങനെ -gmm/r ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ. ഓക്കെ, -gmm/r എന്നും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചത്. ഓക്കെ, ഇതേ സംഭവം ഒരു ചെറിയൊരു കാര്യം കൂടി പറയട്ടെ. ഇൻഫിനിറ്റി എന്ന് പറയുന്ന സംഭവം എടുക്കട്ടെ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയിൽ നിന്ന് നമുക്ക് അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മൾ ഒരു മാസ്, ഓക്കെ, ഈ മാസിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്. ഈ മാസ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അണ്ടർ ഗ്രാവിറ്റി ഇത്
ഇനീഷ്യൽ പൊസിഷൻ, ആ പൊസിഷനിൽ നിന്ന് ഈ പൊസിഷനിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫൈനൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്തി. റെഡി? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഞാൻ എഴുതാണ് വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്താണ്? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്രയാണ്? mg. ഫോഴ്സ് ഇൻറ്റു ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിലാണ് ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലേ? ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളിത് h ആയിട്ട് എടുക്കുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഞാൻ h ആയിട്ട് എടുക്കുന്നു. ഓക്കെ, അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് h എടുക്കാം. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് എത്തിക്കാൻ വേണ്ടി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് mgh ആണ്. അത് ഞാൻ മാറ്റി എഴുതുക. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി മനസ്സിൽ വെച്ചോ. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി, വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ബൈ ഗ്രാവിറ്റി. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി, വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് mgh ആണ്. h എന്ന് പറഞ്ഞാൽ ഈ ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി mgh ആണ്, ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഇനി ഞാൻ എഴുതുന്നു ഇത് എർത്ത് സർഫസ് ഇതാണെന്ന് വിചാരിച്ചു. ഈ ഹൈറ്റ് ഞാൻ h1 എടുത്തു, h1. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി വരച്ചിട്ടെ. ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് mgh ഫോമിൽ ഉപയോഗിച്ചൂടെ? അപ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി mgh1. h1 ഹൈറ്റല്ലേ ഉള്ളത്? ഫ്രം എർത്ത് h1 ഹൈറ്റിലായതുകൊണ്ട് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് mgh1 എഴുതാം. ഓക്കെ, ഇതേപോലെ അതിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് എന്ത് ചെയ്താൽ? ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി നമുക്ക് ഈ ഹൈറ്റ് h2. ഫൈനലി അത് ഇവിടെയാണല്ലോ, ഫൈനലി ഇവിടെ ആയതുകൊണ്ട് ഹൈറ്റ് h2 ആണ്. ഫ്രം എർത്ത് സർഫസ് ഹൈറ്റ് h2 ആണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ പൊട്ടൻഷ്യൽ എനർജി mgh2 ആണ്. ഓക്കെ, അപ്പോൾ u ഫൈനൽ മൈനസ് u ഇനീഷ്യൽ എന്താണ്? u ഫൈനൽ മൈനസ് u ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി. അത് u ഫൈനൽ ഇതാണ് mgh2 മൈനസ് mgh1 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ u ഫൈനൽ മൈനസ് u ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ഇതിൽ mg ഇൻറ്റു h2 മൈനസ് h1 വരും. h2 മൈനസ് h1 എത്രയാണ്? ഇതാ h2 മൈനസ് h1 എന്നാണേ വന്നത്. h1 മൈനസ് h2, h1 മൈനസ് h2 എത്രയാണ്? h. h1 മൈനസ് h2 എന്ന് പറഞ്ഞാൽ h അല്ലേ? ഇത് നമ്മൾ ആദ്യമേ h എന്നല്ലേ എടുത്തത്? h1 മൈനസ് h2 എന്ന് പറഞ്ഞാൽ h ആണ്. പക്ഷേ അപ്പോൾ h1 മൈനസ് h2 എന്ന് പറഞ്ഞാൽ h ആണെങ്കിൽ h2 മൈനസ് h1 എന്ന് പറഞ്ഞാൽ മൈനസ് h ആയിരിക്കും. അപ്പോൾ ഇത് മൈനസ് h ആയിരിക്കും. അപ്പോൾ മൈനസ് mgh എന്ന് വരിക, മൈനസ് mgh. ഇനി ഇവിടെ നിന്ന് ഇവിടെ എത്തിച്ചത് ആരാണ്? ഈ ഒബ്ജക്റ്റിനെ ഇവിടെ മുതൽ ഇവിടെ വരെ എത്തിക്കാൻ കാരണം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് അല്ലേ? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എത്തിക്കാൻ വേണ്ടി വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി, അത് നമ്മൾ പറഞ്ഞു. ഡിസ്പ്ലേസ്മെൻറ്റ് ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് h ആയതുകൊണ്ട് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് mgh നമ്മൾ പറഞ്ഞു. അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റി എന്ന് പറയുന്നത് mgh ആണ്. ഓക്കെ, uf മൈനസ് ui എത്രയാണ്? മൈനസ് mgh ആണ്. അപ്പോൾ നമുക്കിങ്ങനെ റിസൾട്ട് എത്തിക്കൂടെ? uf മൈനസ് ui ഈക്വൽ ടു മൈനസ് mgh അല്ലേ മക്കളെ? അപ്പോൾ മൈനസ് mgh എന്ന് പറഞ്ഞാൽ ഇതല്ലേ അല്ലേ? mgh എന്ന് പറഞ്ഞാൽ ഈ സംഭവമാണ്. മൈനസ് ഓഫ് വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ബൈ ഗ്രാവിറ്റി, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയാം. ഗ്രാവിറ്റേഷണൽ ബൈ ഗ്രാവിറ്റി ഫീൽഡ് എന്ന് പറയാം. അതായത് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ചെയ്യുന്ന വർക്ക് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഓക്കെ, കാരണം ഇവിടെ ഒരു മൈനസ്, ഇതിൽ മൈനസ് ഉണ്ട്. ഇത് mgh ആണ്, ഇതിനകത്ത് ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് ഓഫ് mgh എന്ന് പറയുമ്പോൾ ഇത് എഴുതാം. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, അതിൻ്റെ നെഗറ്റീവാണ് uf മൈനസ് ui. ഓക്കെ, അപ്പോൾ ഇത് ഞാനൊന്ന് റൈസ് ചെയ്യണേ. അതായത് വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ബൈ ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഓക്കെ, ഇതിൻ്റെ നെഗറ്റീവാണ് uf മൈനസ് ui. ഓക്കെ,
അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടാകും. ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഒരു കൺസർവേറ്റീവ് ഫീൽഡാണ്. അപ്പോൾ കൺസർവേറ്റീവ് ഫീൽഡ് ചെയ്യുന്ന വർക്ക് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, നെഗറ്റീവ് ഓഫ് ദാറ്റ് വർക്ക് ആയിരിക്കും UF മൈനസ് UI. ഓക്കെ, ഇതേപോലെ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇതേപോലെ നമ്മൾ ഇതിപ്പോൾ വരുന്നത് അണ്ടർ ദ ഗ്രാവിറ്റി അല്ലേ ഇത് വരാൻ പോകുന്നത്. ഓക്കെ, അതിന് പകരം നിങ്ങൾ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ വിചാരിക്കൂ. കൺസിഡർ എ ചാർജ്ഡ് പാർട്ടിക്കിൾ. ഓക്കെ, ഈ ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ ഇതാണ്. ചാർജ്ഡ് പാർട്ടിക്കിളിൻ്റെ ഇനീഷ്യൽ പൊസിഷൻ. ഈ ചാർജ് പാർട്ടിക്കിൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നു. ഇറ്റ് മൂവ്സ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. എങ്ങനെ? വെറുതെ അങ്ങ് മൂവ് ചെയ്യല്ല. ഇത് മൂവ് ചെയ്യാൻ കാരണം ഇലക്ട്രിക് ഫീൽഡാണ്. മൂവ് ചെയ്യാൻ കാരണം ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കാരണം എന്തുകൊണ്ടാണ് ഇത് ഇനീഷ്യൽ പൊസിഷൻ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് പോകുന്നത്? കാരണം ഇലക്ട്രിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇത് വേറൊരു ചാർജിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണ്. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാവും. കാരണം എങ്ങനെയാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ ആപ്പിൽ ലാസ്റ്റ് ഭാഗം പഠിച്ച് നിങ്ങൾ ഇങ്ങനെ വെച്ചോ, ഒരു പോസിറ്റീവ് ചാർജുള്ള ഷീറ്റ്, ഒരു നെഗറ്റീവ് ചാർജുള്ള ഷീറ്റ് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ടു നെഗറ്റീവ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കോ, ഈ പോസിറ്റീവ് എന്ത് ചെയ്യും? ഇത് പോസിറ്റീവ് ചാർജ് അല്ലേ? പോസിറ്റീവിനെ എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും. ഈ പോസിറ്റീവിനെ റിപ്പൽ ചെയ്യും. ആ റിപ്പൽ ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കഴിഞ്ഞ ആപ്റ്റിൽ പഠിച്ചല്ലേ? F=QE എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? അതായത് E എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. അതായത് ഈ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡാണത്. ഈ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഈ ഷീറ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡായത്. അപ്പോൾ അത് കാരണം ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. F=QE എന്ന് പറയുന്നൊരു ഫോഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് വരും. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്നേ പറയൂ. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട് എന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മനസ്സിലുണ്ടാവണം ആ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവാൻ കാരണമായ ചാർജുകൾ വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള സാധനങ്ങൾ അവിടെ ഉണ്ട്. സാധാരണ ഇതിനെയൊന്നും പിക്ചറിൽ കാണിക്കില്ല. ഓക്കെ, അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറയുകയേ ഉള്ളൂ. അങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ചാർജ് വെച്ചാൽ, അപ്പോൾ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാൽ വേറെ ഏതോ ചാർജുകൾ അവിടെ ഉണ്ട്. ആ ചാർജ് കാരണം ഈ ചാർജിൻ്റെ മുകളിൽ ഫോഴ്സ് വരും. എന്നാൽ ഇങ്ങനെ പറഞ്ഞാലും മതി, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ ഈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊരു ഫോഴ്സ് ഉണ്ടാവും. F=QE എന്ന് പറഞ്ഞ ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് അപ്പോൾ ഈ ഫോഴ്സ് എന്ത് ഫോഴ്സാണ്? ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആണല്ലേ? ഇലക്ട്രിക് ഫീൽഡ് കാരണം ഉണ്ടാകുന്ന ഫോഴ്സ് അല്ലേ? ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയാം. അപ്പോൾ ഈ ഫോഴ്സ് കാരണം ഇത് ഇനീഷ്യൽ പൊസിഷൻ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് പോയി. അപ്പോൾ നമ്മൾ നേരത്തെ ഗ്രാവിറ്റേഷണൽ ഫീൽഡായിട്ട് കമ്പയർ ചെയ്ത പോലെ തന്നെ ഇതിനെ കമ്പയർ ചെയ്യുമ്പം എന്ത് പറയാം? മൈനസ് ഓഫ് വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഓക്കെ, ബൈ ഏത് ഫീൽഡ്? ഇപ്പോൾ ഉള്ള ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പോൾ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡാണ്. ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ കാരണം എന്താ? ബൈ ഇലക്ട്രിക് ഫീൽഡാണ്. വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയാൻ കാരണം നമ്മൾ ചെയ്ത കാര്യമാണ്, ഈ ചാർജിനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ വെച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഷീറ്റിൻ്റെ ഇടയിൽ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഈ ചാർജിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് വരും. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട്, ഫോഴ്സ് ഉണ്ടാവാൻ കാരണം ആ ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, അതുകൊണ്ട് ആ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഒരു ഫോഴ്സ് വരും. ആ ഫോഴ്സിൻ്റെ ഫലമായിട്ട് ഇത് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് പോകുന്നു. അപ്പോൾ ഇനീഷ്യൽ പൊസിഷനിൽ നിന്ന് ഫൈനൽ പൊസിഷനിലേക്ക് പോകാൻ കാരണം ഇലക്ട്രിക് ഫീൽഡ് അല്ല. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം, ഈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കാരണമല്ലേ ഫോഴ്സ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ വർക്ക് ചെയ്യുന്നത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ, അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും UF മൈനസ് UI. നേരത്തെ ഈ വർക്ക് എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ഓഫ്, ഇത് ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജി അല്ലേ? അപ്പോൾ ഇത് ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. അത് ചേഞ്ച് ഇൻ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ ഇപ്പോഴത്തോ ഇതിൻ്റെ പേരാണ് ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ
നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ എന്തിനു ചെയ്ത വർക്ക് ഡൺ ടു മൂവ് എ ചാർജ്. ഈ ചാർജ് ഈ ഫോഴ്സ് കാരണം ഈ ചാർജ് ഇങ്ങനെ മൂവ് ചെയ്യും. ചാർജ് ഈ ഐയിൽ നിന്ന് എഫിലേക്ക് പോകും. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ടു ബ്രിങ് എ ചാർജ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഈ വർക്ക് ചെയ്യുന്ന ആളാരാണ്? ഇവിടെ നിന്ന് അവിടത്തേക്ക് പോകാൻ കാരണമായ ആളാരാണ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ, വർക്ക് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ബൈ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും ദ ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഇനി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ നിങ്ങളൊരു വർക്ക് എനർജി തിയറം പഠിച്ചിട്ടുണ്ട്. വർക്ക് എനർജി തിയറം എന്ന് പറയുമ്പോൾ അതിലിങ്ങനെ പറഞ്ഞത് വർക്ക് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞ് പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വർക്ക് ബൈ ഓൾ ഫോഴ്സസ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ആണ് ഈക്വൽ ടു ഡെൽറ്റ കെ എന്ന് പറയാം. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് പറയാം. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അത് കൺസർവേറ്റീവ് ഫോഴ്സോ നോൺ കൺസർവേറ്റീവ് ഫോഴ്സോ അങ്ങനെ ഏത് ഫോഴ്സും ആവാം. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നാണ് വർക്ക് എനർജി തിയറം പറയുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതിപ്പം ഈ ചാർജ് ഓക്കെ ഇവിടെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അല്ല, നമുക്ക് ആ ഷീറ്റ് വരച്ചുകൊണ്ട് തന്നെ വേണേൽ പറയാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഒരു പോസിറ്റീവ് ചാർജുള്ള ഷീറ്റും ഇവിടെ ഒരു നെഗറ്റീവ് ചാർജുള്ള ഷീറ്റും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞു തന്നാൽ പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് വരുന്നു. ശരിക്കും ഫോഴ്സ് എന്ന് പറയാൻ കാരണം ഈ പോസിറ്റീവിനെ റിപ്പൽ ചെയ്യുന്നു. അത് നമ്മൾ വേറെ രൂപത്തിൽ പറയുന്നു. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഈ ഷീറ്റിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇതിന് ഒരു ഫോഴ്സ് ഉണ്ടാവും. ഓക്കെ, അങ്ങനെ അത് ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് എത്തുന്നു. ഇവിടെ മുതൽ ഇവിടെ വരെയാണ് മൂവ് ചെയ്യുന്നതെന്ന് വിചാരിക്കൂ. ഈ ചാർജാണ് മൂവ് ചെയ്യുന്നത്. ചാർജ് ഇവിടെ നിന്ന് അവിടത്തേക്ക് മൂവ് ചെയ്യാൻ കാരണം ഈ രണ്ട് ഷീറ്റാണ്. ഈ രണ്ട് ഷീറ്റാന്ന് പറഞ്ഞാൽ അർത്ഥം ഈ രണ്ട് ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിക് ഫീൽഡാണ്. ഈ ഇലക്ട്രിക് ഫീൽഡാണ് ഇത് മൂവ് ചെയ്യാൻ കാരണം. ഓക്കെ, അപ്പം നിങ്ങളിങ്ങനെ വിചാരിക്കൂ, ഇത് മൂവ് ചെയ്യുന്നത് ഇത് ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെയല്ലേ മൂവ് ചെയ്യുന്നത്. അപ്പം അത് മൂവ് ചെയ്യുമ്പോൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ്, വേറെ ഏതെങ്കിലും ഒരു ഏജൻറ്റ് വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിച്ചോ. ആ വർക്ക് ചെയ്യുന്നത് ഇനീഷ്യൽ പോയിന്റ് മുതൽ അത് വർക്കിന് ഞാൻ ഏരോ മാർക്ക് ഇങ്ങോട്ട് ഫൈനൽ ടു ഇനീഷ്യൽ എന്ന് വിചാരിക്കല്ലേ. ഇതിങ്ങനെ ഇനീഷ്യൽ നിന്ന് ഫൈനലിലേക്ക് പോകുന്നേരം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ആ ഇനീഷ്യൽ മുതൽ ഫൈനൽ വരെ തന്നെ ഇതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇനീഷ്യൽ മുതൽ ഫൈനൽ വരെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഒരു വർക്ക് ഇങ്ങനെ ചെയ്യുന്നു അതിനെതിരായിട്ട്. പക്ഷേ ഇത് മൂവ് ചെയ്യുന്നത് വളരെ സ്ലോലിയാണെന്ന് വിചാരിച്ചു. ഈ ചാർജ് മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു രണ്ട് കാര്യങ്ങളാണ്. എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് കാരണമാണ് ഇത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ആ സമയത്ത് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് അതിനെതിരെ ഇനീഷ്യൽ പോയിന്റ് മുതൽ ഫൈനൽ പോയിന്റ് വരെ അതിനെതിരെ ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഒരു വർക്ക് ചെയ്യുന്നു. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഈ ചാർജിൻ്റെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ടാണ്. വളരെ സ്ലോ എന്ന് പറയുമ്പോൾ അർത്ഥം അതിൻ്റെ വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ല. വളരെ ഇൻഫിനിറ്റി അത്രയും സ്ലോ ആയിട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വെലോസിറ്റിയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. വെലോസിറ്റിയിൽ ചേഞ്ച് ഇല്ലാത്തതുകൊണ്ട് കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഇല്ല. ഓക്കെ, അപ്പോൾ ഇവിടെ ആരൊക്കെ വർക്ക് ചെയ്തു? അതായത് വർക്ക് എനർജി തിയറം പ്രകാരം വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ വർക്ക് ഡൺ ബൈ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഓക്കെ, പ്ലസ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻ്റ് ഉണ്ട്. രണ്ട് വർക്കുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടുന്ന് അടുത്തേക്ക് മൂവ് ചെയ്യുന്നു. അതിന് എതിരായിട്ടൊരു ഓപ്പോസിറ്റായിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ഒരു വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കും. അപ്പോൾ രണ്ട് വർക്കുണ്ട്. അതാണ് വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. ഇലക്ട്രിക് ഫീൽഡ് ചെയ്ത വർക്ക് പിന്നെ എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്ത വർക്ക്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സ് ആയില്ലേ. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്നല്ലേ ഞാൻ പറഞ്ഞു. സപ്പോസ് ദ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇറ്റ് മൂവ്സ് വെരി സ്ലോലി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൻ്റെ കൈനറ്റിക് എനർജിയിൽ എന്തില്ല? ചേഞ്ച് ഇല്ല. അപ്പോൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി 0 ആണ്. ഓക്കെ, അപ്പോൾ വർക്ക് ഡൺ ബൈ ഏജൻറ്റ് എന്ത് വരും? വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻറ്റ് എന്ത് വരും? ഈക്വൽ ടു വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻറ്റ് എന്ത് വരും? ഈക്വൽ ടു നെഗറ്റീവ്. അപ്പോൾ ഇത് റൈറ്റ് സൈഡിൽ 0 ആയതുകൊണ്ട് ഇത് റൈറ്റിലേക്ക് പോട്ടെ. അപ്പോൾ ഇത് റൈറ്റിലേക്ക് പോയാൽ
നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്നാവും. എന്ന് കിട്ടില്ലേ? ഓക്കെ, നെഗറ്റീവ് ഓഫ് വർക്ക് ഡൺ ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ ബൈ ഇലക്ട്രിക് ഫീൽഡ് എന്നാൽ നെഗറ്റീവ് ഓഫ് ഇത് മൊത്തത്തിൽ എന്നാൽ ഇത് ടോട്ടലാണ്. നെഗറ്റീവ് അടക്കം, നെഗറ്റീവ് ഉൾപ്പെടെ എന്ന് വെച്ചാൽ യു എഫ് മൈനസ് യു ഐ ആണ്. അപ്പോൾ ഇത് ഈക്വൽ ടു യു എഫ് മൈനസ് യു ഐ എന്ന് പറയുന്ന യു എഫ് മൈനസ് യു ഐ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പേരാണ് ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ വർക്ക് ഡൺ ബൈ ഏജൻറ്റ്, വർക്ക് ഡൺ ബൈ ഏജൻറ്റ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. വർക്ക് ഡൺ ബൈ ഏജൻറ്റ് എന്ത് കിട്ടി? കൈനറ്റിക് എനർജിയിൽ എന്തില്ലെങ്കിൽ, ചേഞ്ച് ഇല്ലെങ്കിൽ, കൈനറ്റിക് എനർജി ചേഞ്ച് ഇല്ലെങ്കിൽ, അതൊരു പോയിൻ്റാണ്. കൈനറ്റിക് എനർജിയിൽ ചേഞ്ച് ഇല്ലെങ്കിൽ അത് റൈറ്റ് സൈഡ് സീറോ ആണ്ടേ. ഓക്കെ, വർക്ക് എനർജി പ്രകാരം ഓൾ വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ്. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ചെയ്യുന്ന വർക്കുണ്ട്, എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യുന്ന വർക്കുണ്ട്. വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സിക്കൽ ചേഞ്ചിങ് കൈനറ്റിക് എനർജി ഞാൻ പറഞ്ഞത് അത്രയും സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ ചേഞ്ചിങ് കൈനറ്റിക് എനർജി സീറോ. അപ്പോൾ ചേഞ്ചിങ് കൈനറ്റിക് എനർജി സീറോ ആണെങ്കിൽ വർക്ക് ഡൺ ബൈ ഏജൻറ്റ് എന്ന് വെച്ചത് നെഗറ്റീവ് ഓഫ് ഇത് വരും. ഇനി നെഗറ്റീവ് ഓഫ് എന്ന് പറഞ്ഞാൽ യു എഫ് മൈനസ് യു ഐ ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടി. അപ്പോൾ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻറ്റ് ഈക്വൽ ടു യു എഫ് മൈനസ് യു ഐ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് ഈ ലാസ്റ്റ് കിട്ടിയ സാധനം മാത്രം ഒന്ന് മാറ്റിയത്. നമുക്കിത് വെച്ചിട്ടാണ് ഇനി കാര്യങ്ങളെല്ലാം പറയേണ്ടത്. ഇതിലേക്ക് എത്താൻ വേണ്ടിയാണ് ഈ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി മുതൽ തുടങ്ങിയത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൽ ഇനി നമുക്ക് ആവശ്യമായ സാധനം ഇത് മുതലാണ്. ഓക്കെ, അപ്പം നമുക്ക് ലാസ്റ്റ് കിട്ടിയ പോയിന്റ് എന്നാ? വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻറ്റ് അല്ലേ? എന്തിന് ചെയ്ത വർക്ക്? ടു മൂവ് എ പാർട്ട് വെൻ എ പാർട്ടിക്കിൾ മൂവ് ഫ്രം, അങ്ങനെയല്ലേ? വെൻ എ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവ് ഫ്രം ഇനീഷ്യൽ പൊസിഷൻ ടു ഫൈനൽ പൊസിഷൻ. ഓക്കെ, ദെൻ ദ വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻറ്റ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ ഇത് ചേഞ്ച് ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി അല്ലേ? നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പഠിക്കുന്ന സമയത്ത്, പൊട്ടൻഷ്യൽ എനർജി എന്നുള്ള കൺസെപ്റ്റ് പഠിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും ഒരു റെഫറൻസ് ലെവൽ വേണം. നമ്മളൊരു റെഫറൻസ് ലെവൽ വെക്കും. എന്നിട്ട് ആ റെഫറൻസ് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ സീറോ ആയിട്ട് എടുക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ഇത് കംപ്ലീറ്റ് ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ടോപ്പിക്ക് ക്ലിയർ ആവും. അപ്പോൾ ഒരു പൊട്ടൻഷ്യൽ എനർജി പറയുന്ന സമയത്ത് നമ്മൾ ഒരു റെഫറൻസ് ലെവൽ എടുക്കും. ആ റെഫറൻസ് ലെവലിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ എന്ന് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു റെഫറൻസ് ലെവൽ ഇൻഫിനിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? സീറോ. അതിനെ നമ്മൾ ഇനീഷ്യൽ ലെവലായിട്ട് എടുക്കുന്നത്. ഈ റെഫറൻസ് ലെവലിനെ നമ്മൾ ഇനീഷ്യൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം എന്നാ? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് മൂവ് ചെയ്യുന്ന സംഭവമല്ലേ പറഞ്ഞത്? ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് മൂവ് ചെയ്യാൻ വേണ്ടി മൂവ് ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യുന്ന വർക്ക്, മൂവ് ചെയ്യുന്ന സമയത്ത് എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യുന്ന വർക്ക് അതിനല്ലേ? അപ്പോൾ ഈ ഇനീഷ്യൽ പൊസിഷൻ നമ്മൾ എവിടെയായിട്ട് എടുക്കും? ഇൻഫിനിറ്റി ആയിട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ ഇൻഫിനിറ്റി ആണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? സീറോ. ഏത് പൊട്ടൻഷ്യൽ എനർജി? ഇനീഷ്യൽ അല്ലേ? ഇനീഷ്യലി ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി സീറോ. അപ്പോൾ റെഫറൻസ് ലെവലിൽ ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി നമ്മൾ സീറോ ആയിട്ട് എടുത്തു. അപ്പോൾ റെഫറൻസ് ലെവലിൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയിൽ പൊട്ടൻഷ്യൽ എനർജി സീറോ എന്ന് അവിടെ ഫിക്സ് ചെയ്തു. ഓക്കെ, അങ്ങനെയാണ് വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻറ്റ് ഈക്വൽ ടു യു എഫ് എന്ന് മാത്രമായില്ലേ? കാരണം യു ഐ എന്തായി? യു ഐ സീറോ ആയി. ഓക്കെ, അപ്പോൾ സംഭവം ഇങ്ങനെയായി. അപ്പോൾ നമുക്കിതിനെ ഒന്നും കൂടി മാറ്റി ചെയ്താൽ, അതായത് ചാർജ്ഡ് പാർട്ടിക്കിൾ ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്ക് പോകുന്നു എന്നല്ലേ പറഞ്ഞത്? ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ അങ്ങനെ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? ആ ഇനീഷ്യൽ പോയിന്റ് എന്ന് പറയുന്നത് എവിടെയാണ്? ഇൻഫിനിറ്റിയാണ്. അപ്പോൾ വർക്ക് ഡൺ ബൈ ഏജൻറ്റ് ഫ്രം ഇനീഷ്യൽ ടു ഫൈനൽ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇനീഷ്യൽ ഇപ്പോൾ എവിടെയാണ്? ഇൻഫിനിറ്റിയാണ്. ഫൈനൽ, അപ്പോൾ ഇനീഷ്യൽ ടു ഫൈനൽ എന്നുള്ളത് ഇൻഫിനിറ്റി ടു ഫൈനലായി ബൈ ഏജൻറ്റ്. ഓക്കെ, ഈക്വൽ ടു ഇനീഷ്യൽ പൊട്ടൻഷ്യൽ എനർജി ഇൻഫിനിറ്റി ആയതുകൊണ്ട് സീറോ ആയി, ഈക്വൽ യു എഫ് എന്നായി. കാരണം യു ഐ സീറോ ആണ്. അപ്പോൾ വർക്ക് ഡൺ
ഇൻഫിനിറ്റി ടു ഫൈനൽ ബൈ എക്സ്റ്റേണൽ ഏജൻറ്റ് ഈക്വൽ ടു ശരിക്കും നിറം വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്, ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. പക്ഷേ നമ്മൾ ആ ഇനീഷ്യലിനെ നമ്മൾ റെഫറൻസ് ലെവലാക്കി എടുത്ത് അത് ഇൻഫിനിറ്റി ആക്കി വെച്ചുകൊണ്ട് 0 ആക്കുന്നത്. ശരിക്കും എപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്. ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയിൽ നമ്മൾ യു ഐനെ ഇൻഫിനിറ്റി ആക്കി എടുത്ത് ഇനീഷ്യലി ഇൻഫിനിറ്റി ആക്കി എടുത്തുകൊണ്ട് 0 ആക്കി എടുക്കുന്നതാണ്. അപ്പോൾ അത് യു ഐ 0 ആയതുകൊണ്ട് അത് യു ഫൈനൽ മാത്രമാവും. ആ യു ഫൈനലിനെ നമ്മൾ യു എന്ന് വിളിക്കുന്നു, പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി എന്ന് വിളിക്കുന്നു. യു ഫൈനലിനെ നമ്മൾ യു എന്ന് വിളിക്കുന്നു. ഇപ്പോൾ യു ഫൈനൽ മാത്രമേ ഉള്ളൂ, അതിനെ നമ്മൾ യു എന്ന് അങ്ങ് വിളിക്കുന്നു. അപ്പോൾ ശരിക്കും യു എന്ന് പറഞ്ഞാൽ യു ഫൈനലാണ്. യു ഫൈനൽ എന്ന് പറഞ്ഞാൽ യു ഫൈനൽ മൈനസ് യു ഇനീഷ്യലാണ്. യു ഇനീഷ്യൽ നമ്മൾ 0 ആക്കി എടുക്കുന്നതാണ്, ഇൻഫിനിറ്റി റെഫറൻസ് ലെവലാക്കി എടുത്തുകൊണ്ട് 0 ആക്കി എടുക്കുന്നതാണ്. ശരിക്കും ഈ യു എന്ന് പറയുന്നതും യു എന്ന് പറയുന്നത് അതൊരു ചേഞ്ച് ഇൻ പൊട്ടൻഷ്യൽ എനർജിയാണ്, ഇൻഫിനിറ്റിയുമായിട്ടുള്ള ചേഞ്ചാണ്. ഇൻഫിനിറ്റിയിൽ 0 ആണ് പൊട്ടൻഷ്യൽ എനർജി, അതുകൊണ്ട് നമ്മൾ ഇതിനെ യു എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. എന്താണ് സംഭവം? ഇതാണ് യു, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന്, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇനീഷ്യൽ ലെവൽ എന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റിയാണ്. ഓക്കെ, ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇനീഷ്യൽ ലെവലിൽ ഇൻഫിനിറ്റി. ഇവിടെ വേറൊരു ചാർജിൻ്റെ ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് വിചാരിച്ചു, ഇതും പോസിറ്റീവ് ചാർജാണെന്ന് വിചാരിക്കും. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവബിളാണ്, ഇറ്റ് ഈസ് ഫ്രീ ടു മൂവ്. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ മൂവബിളാണ്, ഇത് മൂവ് ചെയ്യില്ല, ഇത് ഫിക്സഡ് ആണ്. ഇതാണ് കൺസെപ്റ്റ്, ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞുതരാം. ഇത് ഇൻഫിനിറ്റിയിലാണുള്ളത്, ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഫിക്സഡ് ആണ്, ഇത് അനങ്ങില്ല, ഇവിടുന്ന് ഫിക്സഡ് ആയിട്ട് അസ്യൂം ചെയ്യാം. ഇത് മൂവബിളാണ്. അപ്പോൾ സംഭവിക്കുന്ന അത് ഇനീഷ്യലി അത് ഇൻഫിനിറ്റിയിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഈ പോസിറ്റീവ് ചാർജിനെ റിപ്പൽ ചെയ്യുന്നു. ഇൻഫിനിറ്റിയിൽ അത്രയും ഡിസ്റ്റൻസിലാണെങ്കിലും റിപ്പൽ ചെയ്യുന്ന പോലെ വിചാരിക്കും. അപ്പോൾ ഇത് അതിനെ റിപ്പൽ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ റിപ്പൽസീവ് ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സാണ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ്. ഇത് അതിനെ റിപ്പൽ ചെയ്യുന്നു. റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് അതിന് സ്വയം ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ, അല്ലേ? അപ്പോൾ ആ റിപ്പൽഷന്, ആ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ, ആ റിപ്പൽഷന് എതിരായിട്ട് ഒരു വർക്ക് ചെയ്യണം, അല്ലേ? ഒരു വർക്ക് ചെയ്യണം. അത് ആര് ചെയ്യണം? ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്യണം. കാരണം ഈ ചാർജ് ആ ചാർജിനെ റിപ്പൽ ചെയ്യുകയാണ്. റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് അതിന് സ്വയം ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അപ്പോൾ ഇത് അതിനെ റിപ്പൽ ചെയ്യുന്നത് കൊണ്ട് അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ടു ബ്രിങ് ദാറ്റ് ചാർജ് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. എക്സ്റ്റേണൽ ഏജൻറ്റ് വർക്ക് ചെയ്യണം. എവിടെ മുതൽ എവിടെ വരെ? ഇനീഷ്യലി അത് എവിടെയാണുള്ളത്? ഇൻഫിനിറ്റിയിലാണുള്ളത്. ഇൻഫിനിറ്റി മുതൽ നമ്മൾ ഈ ചാർജ് പാർട്ടിക്കിൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ലാസ്റ്റ് ഇവിടെ എത്തിച്ചു. ഇതാണ് ഫൈനൽ ലെവൽ. ആ ഇൻഫിനിറ്റി മുതൽ ഫൈനൽ ലെവൽ വരെ ഈ ചാർജ് പാർട്ടിക്കിളിനെ ഇവിടെ മുതൽ ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്ത വർക്ക്. എന്തുകൊണ്ട് എക്സ്റ്റേണൽ ഏജൻറ്റ് വർക്ക് ചെയ്യുന്നു? കാരണം ഈ ചാർജ്, ഇവിടെ ഒരു ചാർജ് വേണം. ഈ ചാർജിൻ്റെ പ്രസക്തി അതാണ്. ഇതില്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ, അപ്പോൾ ഇത് അതിനെ റിപ്പൽ ചെയ്യുന്നു. ആ റിപ്പൽഷന് എതിരായിട്ട് ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ഇൻഫിനിറ്റിയിൽ നിന്ന് ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടി ഒരു എക്സ്റ്റേണൽ ഏജൻറ്റ് വർക്ക് ചെയ്യുന്നു. അപ്പോൾ ആ എക്സ്റ്റേണൽ ഏജൻറ്റ് വർക്ക് ചെയ്യുന്നു. ആ വർക്കാണ് അതിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. ഇവിടെ എത്തിയാലുള്ള പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി നടന്ന ഒരു ചാർജ്ഡ് പാർട്ടിക്കിളിന് ഇൻഫിനിറ്റിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് വരെ എത്തിക്കാൻ വേണ്ടി എക്സ്റ്റേണൽ ഏജൻറ്റ് ചെയ്ത വർക്ക് ആണ് അതിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ചെയ്ത് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, ശരി.